പാലക്കാട് തൃത്താലയിലാണ് പോലീസിനെ കബളിപ്പിച്ച് വീടിന്റെ മച്ചിലൊളിച്ച പ്രതിയെ പിടികൂടി. യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സുൽത്താൻ റാഫിയെയാണ് പോലീസ് പിടികൂടിയത്. ശ്രീകുമാരനാണ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത്. ഇയാള് സ്വന്തം വീടിന്റെ മച്ചിൽ തന്നെയാണോ ഒളിച്ചിരുന്നത്? അതേ സ്മിത, അശ്മി, ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. കാറിലെത്തി ഒരു യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. ആ യുവാവിന് കാര്യമായ രീതിയിലുള്ള പരിക്കേറ്റു. അതിനുശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. കാര്യമായ രീതിയിൽ ആയുധമൊക്കെ ഉപയോഗിച്ച് മർദ്ദിച്ചു, ആക്രമിച്ചു എന്നാണ് ആ കേസുള്ളത്. എന്തായാലും ആ കേസിൽ നിരവധി തവണ ഈ സുൽത്താൻ റാഫി എന്ന ഈ പ്രതിയെ തിരഞ്ഞ് പോലീസ് വീട്ടിലേക്ക് പോയി, നാട്ടിലാകെ തിരഞ്ഞു, സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി. ഈ സമയമൊക്കെ ഈ പ്രതി സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. ഒടുവിൽ സംശയം തോന്നി. ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് അവിടേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ എത്തുന്ന സമയത്താണ് മച്ചിലൊരു ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ മച്ചിൽ ശബ്ദം കേട്ട് ആ മച്ചിലേക്ക് കയറി നോക്കിയപ്പോഴാണ് ഈ പ്രതി അവിടെ ഒളിച്ചിരിക്കുന്നതായി കണ്ടത്. എന്തായാലും പോലീസ് സാഹസികമായി യൂണിഫോമിൽ തന്നെ മച്ചിലേക്ക് കയറി അതിനുശേഷം ആ പ്രതിയെ ഇറക്കിക്കൊണ്ടുവന്നു. ഈ സുൽത്താൻ റാഫിക്കെതിരെ നിരവധി കേസുകൾ തൃത്താല, ചാലിശ്ശേരി അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മച്ചിൽ നിന്നാണ് പ്രതിയെ പോലീസ് പൊക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മച്ചിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. മച്ചിൽ തലവൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല. അതെ, മച്ചിൽ നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം തൃത്താല, ചാലിശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങൾ അത് ഒരു വള്ളുവനാടൻ മേഖലയാണ്. സ്വാഭാവികമായി വള്ളുവനാടൻ മേഖലയിലെ വീടുകളിലൊക്കെ ഇപ്പോഴും മച്ചുകളുള്ള വീടുകളൊക്കെ അവിടെ നിരവധി ഉണ്ട്. എന്തായാലും മച്ചിൽ നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് മച്ചിലേക്ക് കയറുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. ആ ഉയരത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും അത്യാവശ്യം തടിയും പൊക്കവും ഒക്കെ ഉള്ള ആളാണ്. കഷ്ടപ്പെട്ടാണ് മച്ചിൽ കയറി നിന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ആകാരം മാത്രമല്ല, വേഷവിധാനങ്ങളിലൊക്കെ ഒരു പ്രത്യേകത. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്ര മച്ചറിയാം, മച്ചിൽ കയറി ഇരുന്നിട്ടുള്ള മച്ചിൽ ഓടി നടക്കുന്ന ഈ പറഞ്ഞ ഓരോരോ ജീവികളെ പറ്റി അറിയാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അപ്പോൾ എന്തായാലും മച്ചിൽ കയറി ചേട്ടൻ ഒളിക്കാൻ നോക്കിയാൽ പക്ഷെ നടന്നില്ല. പോലീസുകാർ അവിടെ സൗണ്ട് കേട്ട് നോക്കിയപ്പോഴത്തേക്ക് മച്ചി നിൽപ്പുണ്ട്. പാവം കഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു, പൊക്കി. അതെ.